സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എ സ്റ്റഡി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 3 ബിയോണ്ട് ദി ഹൊറിസോൺസ് എന്നുള്ള യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ദ ട്രിപ്പ് ഓഫ് ലെഹോർല. Read and reflect. How interesting does the earth look when viewed from a different angle, from far away, from ഔട്ട് there. അപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ ഏർത്തിനെ വേറൊരു ആംഗിളിൽ നിന്ന്, ദൂരെ നിന്ന് വേറൊരു ആംഗിളിൽ നിന്ന് നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റോറിയിൽ ആ ഓതർ ഹോട്ട് എയർ ബലൂണിൽ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഭൂമിനെ കാണുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അയാൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് കേട്ടോ നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ പറയുന്നത്. ഈ റീഡ് ആൻഡ് റിഫ്ലക്റ്റിൽ നമ്മൾ ഏർത്തിനെ വേറൊരു ആംഗിളിൽ നിന്ന് വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുക. Let's read The Trip of Lehola, which chronicles Maupassant's ride in a balloon called Lehola. അപ്പോൾ ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന ആ സ്റ്റോറിനെ കുറിച്ചാണ് പറയുന്നത്. ദ ട്രിപ്പ് ഓഫ് ലെഹോല എന്നുള്ള സ്റ്റോറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓതറായിട്ടുള്ള മുപ്പാസൻ്റ് ലെഹോർല എന്ന് പറയുന്ന ഹോട്ട് എയറിൽ അദ്ദേഹം യാത്ര ചെയ്തപ്പോൾ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അതിൽ ക്രോണിക്കൽസ് എന്നുള്ള ടേം മീൻ ചെയ്യുന്നത് അദ്ദേഹം നടത്തിയ ആ യാത്രയെക്കുറിച്ച് അദ്ദേഹം എഴുതുന്ന ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ഒരു ഫാക്ച്വൽ റൈറ്റിംഗ് ആണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ദി സ്റ്റോറി. ദ ട്രിപ്പ് ഓഫ് ലെഹോർല ഗേ ദ മുപ്പാസൻറ്റ്. On the morning of July 8th, I received the following telegram. അപ്പോൾ എന്താ, ജൂലൈ 8 രാവിലെ അദ്ദേഹം ഒരു ടെലഗ്രാം റിസീവ് ചെയ്യാണ് കേട്ടോ. ടെലഗ്രാം എന്ന് വെച്ചാൽ പണ്ടത്തെ ആ രീതിയിൽ എഴുതുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ടെലഗ്രാം പണ്ടൊക്കെ. ഓക്കെ, അതിൽ ചെറിയ റൈറ്റിംഗ് ആയിരിക്കും, കുറേ കാര്യങ്ങളൊന്നും എഴുതില്ല, കാരണം ഭയങ്കര കോസ്റ്റാണ് ഈ ടെലഗ്രാമിന്. ഓക്കെ, അപ്പോൾ എന്താണ് എഴുതിയിട്ടുള്ളത് നോക്കാം. ഫൈൻ ഡേ, ആൾവേസ് മൈ പ്രഡിക്ഷൻ, ബെൽജിയൻ ഫ്രോണ്ടിയർ, baggage and servants leave at noon at the social session. Beginning of maneuvers at 3. So I will wait for you at the work from 5 o'clock on. Jarvis. അപ്പോൾ ജോവിസ് എഴുതിയിട്ടുള്ള ടെലഗ്രാമാണ്. അപ്പോൾ എന്താ എഴുതുന്നത്, ഫൈൻ ഡേ, നല്ലൊരു ദിവസം, ആൾവേസ് മൈ പ്രഡിക്ഷൻ എന്നും ഞാൻ പ്രവചിക്കുന്നത് അങ്ങനത്തെ ഒരു ദിവസം, ഒരു നല്ല ദിവസം എന്നുള്ള രീതിയിൽ പറയുന്നത്. ബെൽജിയൻ ഫ്രോണ്ടിയർ, അപ്പോൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബെൽജിയം അതിർത്തിയിൽ നിന്നാണ് അവരുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാഗേജ് ആൻഡ് സെർവൻസ് ലീവ് അറ്റ് നൂൺ അറ്റ് ദി സോഷ്യൽ സെഷൻ. അതിലെ സാധനങ്ങൾ ആൻഡ് സെർവൻസ്, അവിടെ നിന്നുള്ള സെർവൻസ് ഒക്കെ ലീവ് ചെയ്യുന്നത് നൂൺ ടൈമിലാണ്. ബിഗിനിങ് ഓഫ് മെന്യൂവേഴ്സ് അറ്റ് 3. അപ്പോൾ അവരുടെ മെന്യൂവേഴ്സ് എന്ന് വെച്ചാൽ ചലനം എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. അപ്പോൾ അവരുടെ അത് തുടങ്ങാൻ പോകുന്നത് 3 o'clock. സോ ഐ വിൽ വെയിറ്റ് ഫോർ യു അറ്റ് ദി വർക്ക് ഫ്രം 5 o'clock ഓൺ. അപ്പോൾ അദ്ദേഹം 5 o'clock മുതൽ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യും എന്നുള്ളതാണ് ടെലഗ്രാമിൽ എഴുതിയിട്ടുള്ളത്. At 5 o'clock sharp, I entered the gas work of Levillet. അപ്പോൾ 5 o'clock ഷാർപ്പിന് തന്നെ അദ്ദേഹം ഗ്യാസ് വർക്ക്സ് ഓഫ് ലേവിലെറ്റിലെ ഗ്യാസ് വർക്ക്സിൽ, അതായത് ഹോട്ട് എയർ ബലൂൺസൊക്കെ ഗ്യാസ് നിറക്കുന്ന ആ ഒരു സ്ഥലത്ത് അദ്ദേഹം എൻ്റർ ചെയ്യാണ്. The balloon is lying in the courtyard and has the appearance of a cake made of yellow cloth flat on the ground അണ്ടർ എ റോപ്പ്. എങ്ങനെയാണ് ബലൂണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത്, ഒരു യെല്ലോ കേക്ക് പോലെ, കാരണം നമ്മളുടെ ബലൂണ്, ഹോട്ട് എയർ ബലൂൺ ഇങ്ങനെ താഴെ ആ മുറ്റത്ത്, നടുമുറ്റത്ത് ഇങ്ങനെ ലേ ചെയ്ത് കിടക്കുകയാണ്, കാരണം അതിൽ എയറൊന്നും കയറ്റിയിട്ടില്ല. അപ്പോൾ അതിങ്ങനെ വീണ് കിടക്കുകയാണ്, നിലത്തിങ്ങനെ വീണ് കിടക്കുകയാണ്. ഇറ്റ് ഹാസ് എൻ അപ്പിയറൻസ്, അതിൻ്റെ രൂപം എങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത് അങ്ങനെ കിടക്കുമ്പോൾ, ഓഫ് എ കേക്ക് മെയ്ഡ് ഓഫ് യെല്ലോ ക്ലോത്ത്, ഒരു യെല്ലോ ക്ലോത്ത് കൊണ്ട് നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ഒരു കേക്ക് പോലെയാണ് അദ്ദേഹത്തിന് ഇത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ഫ്ലാറ്റ് ഓൺ ദി ഗ്രൗണ്ട് അണ്ടർ എ റോപ്പ്, അത് ഫ്ലാറ്റായിട്ട് ഗ്രൗണ്ടിൽ കിടക്കുകയാണ്. 200 or 300 people are looking at it, sitting or standing, and some are examining the basket, a nice little square basket for a human cargo, bearing on its side in golden letters on a mahogany plate the word Lehola. അപ്പോൾ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് 200-300 പേര് അവിടെ നിൽക്കുന്നുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ്, ചിലരൊക്കെ നിന്നിട്ടാണ് കാണുന്നത്, ചിലരൊക്കെ ഇരുന്നുകൊണ്ട് കാണുകയാണ്. ആൻഡ് സം ആർ എക്സാമിനിങ് ദി ബാസ്ക്കറ്റ്, അതിൽ ചില ആളുകൾ ഇവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരുക്കങ്ങളാണ്. അപ്പോൾ ബാസ്ക്കറ്റ് എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒക്കെ ഓക്കെ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എ നൈസ് ലിറ്റിൽ സ്ക്വയർ ബാസ്ക്കറ്റ് ഫോർ എ ഹ്യൂമൻ കാർഗോ, ആളുകളെ കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബാസ്ക്കറ്റ് പോലെയാണ് നമ്മളുടെ ഓതറിന് ഇത് ഫീൽ ചെയ്യുന്നത്.
bearing on its side in golden letters on a mahogany plate. ഒരു മഹാഗണി പ്ലേറ്റ് അതിൻ്റെ സൈഡിലുണ്ട്. അതിൽ ഗോൾഡൻ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുള്ളത് എന്താണ്? ദ വേർഡ്സ് ലെഹോല. ലെഹോല എന്നുള്ള അതിൻ്റെ പേര് ഗോൾഡൻ ലെറ്റേഴ്സിൽ മഹാഗണി പ്ലേറ്റിൽ ഇങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ സൈഡിൽ തൂക്കിയിട്ടുണ്ട് കേട്ടോ. Suddenly the people begin to stand back, for the gas is beginning to enter into the balloon through a long tube of yellow cloth. അപ്പോൾ എന്താണ്, അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാവരും പിന്നിലോട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സ്റ്റാൻഡ് ബാക്ക്, ദ പീപ്പിൾ ബിഗിൻ ടു സ്റ്റാൻഡ് ബാക്ക്. അവരിങ്ങനെ പിന്നിലോട്ട് നിൽക്കുകയാണ്. കാരണം എന്താ? For the gas is beginning to enter into the balloon through a long tube of yellow cloth. എന്തുകൊണ്ടാണ് ഈ ആളുകൾ ബാക്കിലോട്ട് നിൽക്കുന്നത്? കാരണം ഈ ബലൂണിലോട്ട്, ഈ ഹോട്ട് എയർ ബലൂണിലോട്ട് ഗ്യാസ് കയറാൻ തുടങ്ങിയാണ്. ഒരു ത്രൂ എ ലോങ് ട്യൂബ് ഓഫ് യെല്ലോ ക്ലോത്ത്, ഒരു യെല്ലോ ക്ലോത്തിൽ വരുന്ന ലോങ് ട്യൂബ് യൂസ് ചെയ്തിട്ടാണ് അവർ ഈ ബലൂണിൻ്റെ ഉള്ളിലോട്ട് ഗ്യാസ് കയറ്റുന്നത്. വിച്ച് ലൈസ് ഓൺ ദി സോയിൽ. അപ്പോൾ ആ ബലൂൺ ഇങ്ങനെ നമ്മളുടെ ഭൂമിയിൽ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ കാരണം അതിൽ എയർ ആവുന്നേ ഉള്ളൂ. സ്വെല്ലിങ് ആൻഡ് അൺഡുലേറ്റിംഗ് ലൈക്ക് എ എനോർമസ് വോം. സ്വെല്ലിംഗ് എന്ന് വെച്ചാൽ അതിങ്ങനെ വീർത്ത് വരുന്നുണ്ട് കേട്ടോ. ഈ ഗ്യാസ് കയറ്റുമ്പോൾ ഇങ്ങനെ അത് വീർത്ത് വരികയാണ് നമ്മളുടെ ബലൂണ്. അൺഡുലേറ്റിംഗ് എന്ന് വെച്ചാൽ അലയടിക്കുക, അതായത് ചെറുതായിട്ടുള്ള അനക്കം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ബലൂണ്. കാരണം അതിൽ എയർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോൾ എയറിൻ്റെ പാസിങ് എങ്ങോട്ടാണ് വരുന്നത്, ആ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ബലൂണ്. ലൈക്ക് എ എനോർമസ് വോം. എനോർമസ് എന്ന് വെച്ചാൽ വലിയ, ഭയങ്കര ബിഗ് ആയിട്ടുള്ളൊരു വോം പോലെയാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിങ്ങനെ എഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബട്ട് അനദർ തോട്ട്, അനദർ പിക്ചർ ഒക്കേഴ്സ് ടു എവറി മൈൻഡ്. പക്ഷേ വേറൊരു ചിന്ത, വേറൊരു രീതിയിലുള്ളൊരു ഒരു പിക്ചർ എല്ലാവരുടെ മനസ്സിലോട്ടും വരികയാണ്. ഒക്കെ ചെയ്യാണ് കേട്ടോ, എല്ലാവരുടെ മനസ്സിലോട്ടും ഇങ്ങനെ വരികയാണ്. അപ്പോൾ എന്താണ് ആ ചിന്ത എന്ന് നോക്കാം. ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് നാച്ചർ ഇറ്റ് സെൽഫ് നൊറിഷസ് ബിഗിൻസ് അൺടിൽ ദെയർ ബർത്ത്. അതായത് ഇവർക്ക് ഇത് കാണുമ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഹോട്ട് എയർ ബലൂണിൽ ഒരു ഇങ്ങനെ ട്യൂബ്, ലോങ് ട്യൂബ് പാസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് കാണുമ്പോൾ ഒരു ആംപിക്കൽ കോഡ് പോലെ, ലൈക്ക് ഒരു മദറിൻ്റെ ബെല്ലിൻ്റെ ഉള്ളിൽ കുട്ടി ആ കോഡ് യൂസ് ചെയ്തിട്ട് എന്തൊക്കെയാണോ അതിന് വേണ്ടത്, ആ കോഡ് വഴി അതിങ്ങനെ കുട്ടിക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ എത്തിച്ചിട്ട് ആ കുട്ടീനെ പരിപാലിക്കുന്നത്, നൊറിഷ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് വേറൊരു തോട്ട് നമ്മളുടെ ഓതർ പറയുന്നത് കേട്ടോ. ഈ ബലൂൺ കാണുമ്പോൾ അതിലേക്ക് ഇങ്ങനെ എയർ പാസ് ചെയ്യാൻ, ആ ലോങ് ട്യൂബൊക്കെ കാണുമ്പോൾ അങ്ങനെ രീതിയിൽ പിക്ചറൈസ് ചെയ്യാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ദ നാച്ചർ ഇറ്റ് സെൽഫ് നൊറിഷസ് ബിഗിൻസ് അൺടിൽ ദെയർ ബർത്ത്. അപ്പം നാച്ചർ പരിപാലിക്കുന്നത് പോലെ, ബർത്ത് വരെ കുട്ടികളെ പരിപാലിക്കുന്നത് പോലെയാണ് ഈ ഒരു രീതി കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ദ ക്രിയേച്ചർ ദാറ്റ് വിൽ റൈസ് സൂൺ ബിഗിൻസ് ടു മൂവ് ആൻഡ് ദി അറ്റൻഡൻസ് ഓഫ് ക്യാപ്റ്റൻ ജോവിസ് ആസ് ലെഹോല ഗ്രോസ് larger, spread and put in place the net which covers it, so that the pressure will be regular and equally distributed at every point. അപ്പോൾ എന്താ പറയുന്നത്? The creature that will rise, അതായത് ഈ ഒരു ബലൂണിനെ, ഒരു ക്രിയേച്ചർ എന്ന് പറയുന്നത് ബലൂണിനെ കേട്ടോ, അതിങ്ങനെ റൈസ് ചെയ്യും, അതിങ്ങനെ വീർത്ത് വരും. സൂൺ ബിഗിൻസ് ടു മൂവ്, അങ്ങനെ വീർത്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യാൻ തുടങ്ങും, ചലിക്കാൻ തുടങ്ങും. ആൻഡ് ദി അറ്റൻഡൻസ് ഓഫ് ക്യാപ്റ്റൻ ജോയിസ്. അപ്പോൾ ജോയിസ് ആണ് നമ്മളുടെ ഈ ഒരു ഹോട്ട് എയർ ബലൂണിൻ്റെ ക്യാപ്റ്റൻ കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവർ അല്ലെങ്കിൽ കൂടെ ഉള്ളവർ ആസ് ലെഹോല ഗ്രോസ് ലാർജർ, ലെഹോല ഇങ്ങനെ വീർത്ത് ലാർജായിക്കൊണ്ടിരിക്കുകയാണ്. സ്പ്രെഡ് ആൻഡ് പുട്ട് ഇൻ പ്ലേസ് ദ നെറ്റ് വിച്ച് കവേഴ്സ് ഇറ്റ്. അതിനെ കവർ ചെയ്യുന്നൊരു നെറ്റ് പോലത്തെ ഒരു സംഭവമുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഈ പ്രഷർ എല്ലാ ഏരിയകളിലോട്ടും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ഒരുപോലെ തന്നെ എല്ലാ ഏരിയയിലോട്ടും എയറിൻ്റെ പ്രഷർ എത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു നെറ്റ് പോലത്തെ കവറിങ് ഉണ്ട്. സോ ദാറ്റ് ദ പ്രഷർ വിൽ ബി റെഗുലർ ആൻഡ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അറ്റ് എവറി പോയിൻറ്റ്. എല്ലാ പോയിൻറ്റിലോട്ടും നമ്മളുടെ എയറിൻ്റെ പ്രഷർ ഒരുപോലെ റെഗുലറായിട്ട്, ഒരേപോലെ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ്, ദ ക്രൗഡ് ഹാഡ് ബിഗിൻ ടു ടോക്ക് and some man who appeared to be specialists affirm with authority that we shall come down before reaching the fortifications. അപ്പോൾ എന്താ പറയുന്നത്? ദ ക്രൗഡ്. അപ്പോൾ ആ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകൾ, ആ ക്രൗഡിൽ നിൽക്കുന്ന ആളുകൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുകയാണ് ഈ ബലൂണിനെ കുറിച്ച്. ആൻഡ് സം മാൻ, അതിൽ ചില ആളുകൾ, ഹു അപ്പിയേഴ്സ് ടു ബി സ്പെഷ്യലിസ്റ്റസ്, അവരുടെ പറച്ചിലൊക്കെ കേട്ടാൽ അവർ ഭയങ്കര സ്പെഷ്യലിസ്റ്റ് ആണെന്ന് തോന്നിപ്പോവും. അഫേം വിത്ത് അതോറിറ്റി ദാറ്റ് വി ഷൽ കം ഡൗൺ ബിഫോർ റീച്ചിങ് ദി ഫോർട്ടിഫിക്കേഷൻ. ഫോർട്ടിഫിക്കേഷൻ എന്നുള്ള ടേം മീൻ ചെയ്യുന്നത്
ലക്ഷ്യസ്ഥാനം എന്നൊക്കെയാണ് ഇവിടെ. ഓക്കെ ഓക്കെ, ലക്ഷ്യസ്ഥാനം എന്നൊക്കെയാണ് ഇവിടെ നമുക്ക് മീൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അവർ അഫേം ചെയ്യാണ്, അവർ ഉറപ്പിച്ച് പറയാണ്, എന്താ സ്ഥിരീകരിക്കുന്നത് വിത്ത് അതോറിറ്റി ദാറ്റ് വി ഷെൽ കം ഡൗൺ ബിഫോർ റീച്ചിങ് ദി ഫോർട്ടിഫിക്കേഷൻ. നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുമ്പ് നമ്മൾ അവിടുന്ന് താഴേക്ക് വീഴും, അല്ലെങ്കിൽ താഴേക്ക് അത് പതിയും എന്നൊക്കെ അവർ സ്ഥിരീകരിക്കുകയാണ് കേട്ടോ. Several other things have been criticized in this novel type of balloon with which we are about to experiment. അപ്പോൾ അവർ ഇപ്പോൾ പോകാൻ പോകുന്ന ആ ഒരു ബലൂൺ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻറ്റ് പോലെയാണ് കേട്ടോ. അതായത് അങ്ങനത്തെ ഒരു ടൈപ്പ് ബലൂൺ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. സെവറൽ അതർ തിങ്സ് ഹാവ് ബീൻ ക്രിറ്റിസൈസ്ഡ് ഇൻ ദിസ് നോവൽ ടൈപ്പ് ഓഫ് ബലൂൺ. ഈ ഒരു ടൈപ്പ് ഓഫ് ബലൂണിനെ കുറിച്ച് പല രീതിയിലുള്ള ക്രിറ്റിസിസം, അത് വിമർശനങ്ങളും ഉയരുന്നുണ്ട്. വി ആർ എബൌട്ട് ടു എക്സ്പെരിമെൻറ്റ്, ഞങ്ങൾ അതിനെക്കുറിച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യാണ്. വിത്ത് സോ മച്ച് പ്ലെഷർ ആൻഡ് സക്സസ്. ഞങ്ങളുടെ ഉള്ളിൽ, അതായത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ എടുക്കുന്ന ആളുകളുടെ ഉള്ളിലൊക്കെ ഭയങ്കര പ്ലഷറാണ് ആൻഡ് സക്സസ്. അവർ ഉറപ്പാണ് ഇത് സക്സസ് ആകും എന്നുള്ള രീതിയിൽ അവർ നല്ല ഹാപ്പി ആയിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. മീൻ വൈൽ ദ ബലൂൺ ഈസ് ഗ്രോയിങ് സ്ലോലി ബട്ട് ഷ്യൂർലി. അതിൻ്റെയൊക്കെ ഇടയിൽ എന്താ സംഭവിക്കുന്നത്, നമ്മളെ ബലൂൺ അവിടെ അങ്ങനെ എയറൊക്കെ നിറച്ച് വീർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ലോ ആയിട്ട് ബട്ട് ഷ്യൂർലി, അതെന്തായാലും വീർത്തുകൊണ്ടിരിക്കും, ഫുള്ള് എയർ കവറായിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, while Captain Joyce and his assistants are busy with the last details, the travelers goes to dine in the canteen of the gas works according to the established custom. അപ്പോൾ ഒരു കസ്റ്റം രീതിയാണ് പറയുന്നത് നമ്മളുടെ ക്യാപ്റ്റൻ. അപ്പോൾ ഇവിടെയുള്ള ക്യാപ്റ്റൻ ആരാ, ജോയ്സും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസും ഒക്കെ ലാസ്റ്റ് അവസാനഘട്ട ഒരുക്കങ്ങളൊക്കെ എത്തിക്കഴിയുന്ന ആ ബിസി ടൈം ഉണ്ടല്ലോ, അവസാനഘട്ടം എല്ലാം ഓക്കെ ആണോ, എല്ലാം റെഡി ആണോ എന്നൊക്കെ നോക്കുന്ന ആ ടൈമിൽ എന്താ സംഭവിക്കുക, ദ ട്രാവലർ ഗോ ടു ഡൈൻ ഇൻ ദി ക്യാൻറ്റീൻ ഓഫ് ദി ഗ്യാസ് വർക്ക്. ആ ഗ്യാസ് വർക്കിൻ്റെ ഏരിയ നമ്മൾ പറഞ്ഞു അല്ലേ, ഹോട്ട് എയർ ബലൂണിൽ ഗ്യാസൊക്കെ നിറക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഏരിയയിലെ ക്യാൻറ്റീനിൽ പോയിട്ട് ഈ ട്രാവൽ ചെയ്യാൻ നിൽക്കുന്ന ആ വ്യക്തികളൊക്കെ, ഈ ഹോട്ട് എയർ ബലൂണിൽ യാത്ര ചെയ്യാൻ ആ യാത്രക്കാരൊക്കെ അവിടെ പോയിട്ട് ഡൈൻ ചെയ്യണം, ഭക്ഷണം കഴിക്കണം. അതൊരു കസ്റ്റം രീതിയാണ് എന്നാണ് പറയുന്നത്. When we come out again, the balloon is swaying, enormous and transparent, a prodigious golden fruit, a fantastic pear which is still ripening, covered by the last rays of the setting sun. അപ്പോൾ അവർ ഡൈൻ ചെയ്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്, ദ ബലൂൺ ഈസ് സ്വേയിങ് എന്ന് വെച്ചാൽ ആടി ഉലയുക. ബലൂൺ ഇങ്ങനെ നിറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാ സൈഡിലും എയറായിട്ട് ആടി ഉലയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയാണ്. എനോർമസ് ആൻഡ് ട്രാൻസ്പെറൻറ്റ്. എനോർമസ് എന്ന് വെച്ചാൽ ഭയങ്കര ബിഗ് ആയിട്ടുള്ളതിനാണ് എനോർമസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ബിഗ് ആയിട്ടുണ്ട്. ആൻഡ് ട്രാൻസ്പെറൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് വ്യക്തമാണ്, അല്ലെങ്കിൽ തെളിഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എ പ്രൊഡീജിയസ് ഗോൾഡൻ ഫ്രൂട്ട്. പിന്നെ അദ്ദേഹം നമ്മളുടെ ഹോട്ട് എയറിന് വേറെ ആയിട്ട് കമ്പയർ ചെയ്യാണ്. എ പ്രൊഡീജിയസ് ഗോൾഡൻ ഫ്രൂട്ട്. പ്രൊഡീജിയസ് എന്ന് വെച്ചാൽ അതിഗംഭീരമായിട്ടുള്ളത്, അല്ലെങ്കിൽ ബിഗ് ആയിട്ടുള്ള, ഭയങ്കര വലുതായിട്ടുള്ള ഒരു ഗോൾഡൻ ഫ്രൂട്ട് പോലെ, കാരണം യെല്ലോ കളറാണല്ലോ, അപ്പോൾ ഒരു ഗോൾഡൻ ഫ്രൂട്ട് പോലെയും നമ്മളുടെ ഓതർ ഈ ഹോട്ട് എയറിന് കമ്പയർ ചെയ്യാണ്. നെക്സ്റ്റ്, എ ഫാൻറ്റാസ്റ്റിക് പെയർ വിച്ച് ഈസ് സ്റ്റിൽ റൈപ്പനിങ്. ഒരു ഫാൻറ്റാസ്റ്റിക് പെയർ ഷേപ്പിൽ ആണല്ലോ നമ്മുടെ ഹോട്ട് എയർ ബലൂൺ വരിക. അപ്പോൾ ഒരു ഫാൻറ്റാസ്റ്റിക് വലിയൊരു ഒരു പെയർ പോലെ, വിച്ച് ഈസ് സ്റ്റിൽ റൈപ്പനിങ് എന്ന് വെച്ചാൽ പാകമാകുന്നത്, ഭയങ്കര പഴുക്കാനാവുന്ന ആ ഒരു കളറിലുള്ള യെല്ലോ ഷെയ്ഡിലായതുകൊണ്ട്. കവേർഡ് ബൈ ദി ലാസ്റ്റ് റേസ് ഓഫ് ദി സെറ്റിംഗ് സൺ. അതെല്ലാം നമ്മളുടെ ഈ സെറ്റിംഗ് സണ്ണ് ഇങ്ങനെ അതിൻ്റെ പ്രകാശം കൊണ്ടിങ്ങനെ ഭയങ്കര ഗോൾഡൻ ഫീല് വരികയാണ് നമ്മളുടെ ബലൂൺ. യെല്ലോ കളർ ബലൂണിന്മേ സൺറൈസ് ഫോളോ ചെയ്യുമ്പോൾ ഒരു ഗോൾഡൻ ടച്ച്, ആ ഒരു ഫീലാണ് പറയുന്നത് കേട്ടോ. നൗ ദ ബാസ്ക്കറ്റ് ഈസ് അറ്റാച്ച്ഡ്. ഇപ്പോൾ നമ്മളുടെ ബാസ്ക്കറ്റ് ആ ഹോട്ട് എയർ ബലൂണുമായിട്ട് അറ്റാച്ച് ചെയ്തു. ദ ബാരോമീറ്റേഴ്സ് ആർ ബ്രോഡ്. അപ്പോൾ ബാരോമീറ്റർ എന്ന് വെച്ചാൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്, നമ്മളുടെ വായുമർദ്ദം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു ഉപകരണമാണ് ഈ ബാരോമീറ്റർ എന്നുള്ളത്. അപ്പോൾ ആ ബാരോമീറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. ദ സൈറൻ എന്ന് വെച്ചാൽ അലാറം, ഓക്കെ, which we will blow to our heart's content is also brought. പിന്നീട് എന്താ പറയുന്നത്, അവർ ഹാർട്ട്സ് കോണ്ടൻറ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അൺടിൽ വൺസ് വിഷസ് ആർ ഫുൾഫിൽഡ്. നമ്മളുടെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നവരെ നമുക്ക് ഊതാൻ വേണ്ടിയിട്ടൊരു അലാറം പോലെ, ഒരു വിസിൽ പോലെ അതും തന്നിട്ടുണ്ട്. ഈസ് ആൾസോ ബ്രോട്ട്, അതും കൊണ്ടുവന്നിട്ടുണ്ട്. ആൾസോ ദ 2 trumpets.
2 ട്രംപറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ദ ഈറ്റബിൾസ് നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ, ദ ഓവർകോട്ട് ആൻഡ് റെയിൻ കോട്ട്, ഓവർകോട്ടും ഉണ്ട് റെയിൻ കോട്ടും ഉണ്ട്. ഓൾ ദി സ്മോൾ ആർട്ടിക്കിൾസ് ദാറ്റ് ക്യാൻ ഗോ വിത്ത് ദി മാൻ ഇൻ ദി ഫ്ലൈയിങ് ബാസ്ക്കറ്റ്. ഇതെല്ലാം ചെറിയ ചെറിയ സാധനങ്ങളാണ്. ഇതൊക്കെ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും ഈ ബാസ്ക്കറ്റിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഹോട്ട് എയർ ബലൂണിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ക്യാപ്റ്റൻ ജോയ്സ് ഇസ് നൗ റെഡി ആൻഡ് കോൾസ് ഓൾ ദി പാസഞ്ചേഴ്സ്. അപ്പോൾ ക്യാപ്റ്റൻ ജോയ്സ് ഇപ്പോൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാ പാസഞ്ചേഴ്സിനെയും അദ്ദേഹം വിളിക്കുകയാണ്. ലെഫ്റ്റനൻറ്റ് മാലറ്റ് ജംപ്സ് അബ്രോഡ്, ക്ലൈംബിംഗ് ഫസ്റ്റ് ഓൺ ദി ഏരിയൽ നെറ്റ് ബിറ്റ്വീൻ ദി ബാസ്ക്കറ്റ് ആൻഡ് ദി ബലൂൺ ഫ്രം വിച്ച് വി വിൽ വാച്ച് ഡ്യൂറിങ് ദി നൈറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് ലെഹോല അക്രോസ് ദി സ്കൈസ്. അപ്പോൾ ആദ്യം തന്നെ ഇതിലോട്ട് ചാടിക്കയറുന്നതാരാ? ലെഫ്റ്റനൻറ്റ് മാലറ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ക്ലൈംബിംഗ് ഫസ്റ്റ് ഓൺ ദി ഏരിയൽ നെറ്റ്. ഏരിയൽ നെറ്റ് എന്ന് വെച്ചാൽ ഈ ബാസ്ക്കറ്റിൻ്റെയും ബലൂണിൻ്റെയും ഇടയിൽ വരുന്ന ആ ഒരു നെറ്റാണ് ഏരിയൽ നെറ്റ്. അപ്പോൾ അതിലോട്ട് അദ്ദേഹം കയറുകയാണ്. നെറ്റ് ബിറ്റ്വീൻ ദി ബാസ്ക്കറ്റ് ആൻഡ് ദി ബലൂൺ ഫ്രം വിച്ച് ഹി വിൽ വാച്ച് ഡ്യൂറിങ് ദി നൈറ്റ്. അപ്പോൾ അവിടെ നിന്നാണ് അദ്ദേഹം ഈ നൈറ്റിൽ, കാരണം സൺ സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, അപ്പോൾ നൈറ്റ് ആവാറായി. ഈ നൈറ്റിൽ അദ്ദേഹം അവിടെ നിന്നാണ് വാച്ച് ചെയ്യുന്നത്. ദ മൂവ്മെൻറ്റ് ഓഫ് ലെഹോർല അക്രോസ് ദി സ്കൈസ്, സ്കൈയിൽ ലെഹോർല എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹമാണ് വാച്ച് ചെയ്യുക. ഓക്കെ. As the officer on watch standing on starboard watches the course of a ship. അപ്പോൾ ഇവിടെ അദ്ദേഹത്തെ പറയുന്നത് എങ്ങനെയാണ്? ആസ് ദി ഓഫീസർ ഓൺ വാച്ച്. ഓഫീസർ ഓൺ വാച്ച് എന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡ് ഡെക്ക് ഓഫീസർ ഇൻ ചാർജ് ഓഫ് ഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഓഫീസർ ഓൺ വാച്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയെ പോലെ, നമ്മൾ ഷിപ്പ് വാച്ച് ചെയ്യുന്ന ആ ഓഫീസറിനെ പോലെ അദ്ദേഹം ആ ഒരു ഇതിൻ്റെ ഇടയിൽ നിൽക്കുകയാണ്. സ്റ്റാൻഡിങ് ഓൺ ദി സ്റ്റാർബോർഡ്. സ്റ്റാർബോർഡ് ഈസ് റൈറ്റ് സൈഡ് ഓഫ് ദി ഷിപ്പ്. സ്റ്റാർബോർഡ് എന്ന് പറയുന്ന ആ ബോർഡ് ഉള്ളത് റൈറ്റ് സൈഡ്, ഷിപ്പിൻ്റെ റൈറ്റ് സൈഡിലാണ് ഉള്ളത്. അവിടെ ഈ ഓഫീസർ ഓൺ വാച്ച് നിൽക്കുന്ന പോലെയാണ് നമ്മളുടെ ലെഫ്റ്റനൻറ്റ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഈ എം. നിങ്ങൾ അവിടെ കാണുന്നുണ്ടല്ലോ, എം എന്നുള്ള ടേം ഇവിടെ ഉദ്ദേശിക്കുന്നത് the initial M before the name stands for Monsieur, a French courtesy title which is equivalent to the English Mr. നമ്മൾ ഇംഗ്ലീഷിൽ മിസ്റ്റർ എന്ന് പറയുന്ന പോലെ തന്നെ ഫ്രഞ്ചിൽ മേടിക്കുന്ന ഒരു courtesy ടൈറ്റിലാണ് മിഷ്യോ എന്നുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ എം എന്നുള്ള ഈ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുള്ള എം എന്ന് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. മിഷ്യ എട്രിൻ ബിയർ ഗെറ്റ്സ് ഇൻ ആഫ്റ്റർ ഹിം. ലെഫ്റ്റനൻറ്റിന് ശേഷം കയറുന്ന വ്യക്തിയാണ്. ദെൻ കംസ് മിഷ്യ പോൾ ബെസെൻറ്റ് ആൻഡ് മിഷ്യ പാട്രീസ് ഐറിഷ് ആൻഡ് ഐ ഗെറ്റ് ഇൻ ലാസ്റ്റ്. പിന്നീടൊക്കെ ഓരോ വ്യക്തികൾ ഇങ്ങനെ കയറുന്നു, അതിനുശേഷം നമ്മളുടെ ഓദർ കയറാണ്. But the basket is too heavy for the balloon, considering the long trip to be taken. And നമുക്കിവിടെ എമ്മിനെ മിസ്റ്റർ എന്ന് ഡിനോട്ട് ചെയ്യാം കേട്ടോ, ഫോർ യുവർ ഈസി അണ്ടർസ്റ്റാൻഡിങ്. ഇനി നമുക്ക് എം വരുമ്പോൾ മിസ്റ്റർ എന്ന് ഡിനോട്ട് ചെയ്യാം. മിസ്റ്റർ ഐറിസ് ഹാസ് ടു ഗെറ്റ് ഔട്ട് നോട്ട് വിതൗട്ട് ഗ്രേറ്റ് റിഗ്രറ്റ്. അപ്പോൾ എന്താണ്, ബാസ്ക്കറ്റ് ഇവരെല്ലാവരും കയറി കഴിഞ്ഞതിന് ശേഷം ബാസ്ക്കറ്റ് നോക്കുമ്പോൾ, നമ്മളുടെ ബലൂണിൻ്റെ ബാസ്ക്കറ്റ് നോക്കുമ്പോൾ ബലൂണിന് ക്യാരി ചെയ്യാൻ പറ്റുന്നതിലേറെ വെയിറ്റ് ബാസ്ക്കറ്റിലുണ്ട്. കൺസിഡറിങ് ദി ലോങ് ട്രിപ്പ് ടു ബി ടേക്കൺ. അവർ യാത്ര ചെയ്യാൻ പോകുന്നത് ഒരു വലിയ ട്രിപ്പാണ്, അത് കൺസിഡർ ചെയ്തുകൊണ്ട് ആൻഡ് മിസ്റ്റർ ഐറിസ് ഹാസ് ടു ഗെറ്റ് ഔട്ട്. മിസ്റ്റർ ഐറിസിന് ഈ ബാസ്ക്കറ്റിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരികയാണ്. നോട്ട് വിതൗട്ട് ഗ്രേറ്റ് റിഗ്രറ്റ്. അദ്ദേഹത്തിന് ചെറിയ റിഗ്രറ്റ് ഉണ്ട്, കാരണം വലിയൊരു അവസരം നഷ്ടപ്പെടുകയാണല്ലോ. അപ്പോൾ ചെറിയ റിഗ്രറ്റ് ഉണ്ട്, ബട്ട് ഹിസ് എനിവേ ഗെറ്റിംഗ് ഔട്ട്. ഓക്കെ, അദ്ദേഹം പുറത്ത് പോകണം. മിസ്റ്റർ ജോലറ്റ് സ്റ്റാൻഡിങ് എറിക്റ്റ് ഓൺ ദി edge of the basket begs the ladies in very gallant terms to stand aside a little, for he is afraid he might throw stands on their hats in rising. അപ്പോൾ മിസ്റ്റർ ജോലറ്റ് എന്ന് പറയുന്ന വ്യക്തി സ്റ്റാൻഡിങ് എറിക്റ്റ് ഓൺ ദി എഡ്ജ്. എറിക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ നേരെ നിൽക്കുന്നതിനാണ് എറിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ബാസ്ക്കറ്റിൻ്റെ എഡ്ജിലായിട്ട് നേരെ നിൽക്കുന്ന ആ വ്യക്തി ബെഗ്സ് ദ ലേഡീസ് ഇൻ വെരി ഗാലൻറ്റ് ടേംസ്. ഗാലൻറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ധീരനെ പോലെ അദ്ദേഹം ബെഗ് ചെയ്യാണ് ഈ ആ താഴെ നിൽക്കുന്ന ലേഡീസിനോട്. അപ്പോൾ ഇവർ ഹോട്ട് എയർ ബലൂണിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്, അതായത് ബാസ്ക്കറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് നിൽക്കുന്ന ലേഡീസിനോട് അദ്ദേഹം ബെഗ് ചെയ്യാണ്. എന്തിനാ? ടു സ്റ്റാൻഡ് അസൈഡ് എ ലിറ്റിൽ, കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കാൻ വേണ്ടിയിട്ട്. ഫോർ ഈസ് അഫ്രൈഡ് ഹി മൈ ത്രോ സാൻഡ്സ് ഓൺ ദെയർ ഹാറ്റ് ഇൻ റൈസിങ്. കാരണം ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഹോട്ട് എയർ ബലൂണിൻ്റെ ബാലൻസ് ഇതാക്കാൻ വേണ്ടിയിട്ട്,
അതിൻ്റെ ബാലൻസ് അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റൊക്കെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് കുറേ സാൻഡുകൾ, മണൽക്കെട്ടുകൾ, അതുപോലെ തന്നെ കല്ല് ഒക്കെ അപ്പുറത്തും ഇപ്പുറത്തും സൈഡിലൊക്കെ വെക്കും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സൈഡിലോട്ട് അത് താഴുമ്പോൾ മറ്റേ സൈഡിൽ കൊണ്ടുവന്ന് വെക്കും. അങ്ങനെ ബാലൻസ് ചെയ്തിട്ടായിരിക്കും ഇത് കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ആ ഒരു സാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ താഴത്തേക്ക് ഇടേണ്ടി വരും. കാരണം ഇത് ഇങ്ങനെ പൊങ്ങും തോറും അത് ഓക്കെ സ്റ്റെബിളാകുന്ന ആ രീതി വരെ അതിങ്ങനെ വേണ്ടാത്തതൊക്കെ ഇങ്ങനെ ഒഴിവാക്കേണ്ടി വരും. വേണ്ടാത്ത സാൻഡിൻ്റെ കെട്ട്, അതുപോലെ തന്നെ വേണ്ടാത്ത കല്ലുകൾ, അതൊക്കെ ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഇവരുടെ മുകളിലോട്ട്, ഇവരുടെ ഹാറ്റിൻ്റെ മുകളിലോട്ട് ആ സാൻഡുകൾ വീഴൂ എന്നുള്ള ആ ഒരു ഭയത്തിലാണ് ഇദ്ദേഹം ഈ ലേഡീസിനോട് ആവശ്യപ്പെടുന്നത് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ദെൻ ഹി കമാൻഡ്സ്, അങ്ങനെ അദ്ദേഹം കമാൻഡ് ചെയ്യാണ് അതിനുശേഷം. ഓക്കെ, ലെറ്റ് ഇറ്റ് ലൂസ് ആൻഡ് കട്ടിങ് വിത്ത് വൺ സ്ട്രോക്ക് ഓഫ് ഹിസ് നൈഫ് ദ റോപ്പ് ദാറ്റ് ഹോൾഡ് ദി ബലൂൺ ടു ദി ഗ്രൗണ്ട് ഹീൽ ഗീവ്സ് ലെഹോല ഇറ്റ്സ് ലിബർട്ടി. അപ്പോൾ അദ്ദേഹം പറയാണ് ലെറ്റ് ഇറ്റ് ലൂസ് എന്നുള്ള കമൻറ്റ് പറയാണ്. എന്നിട്ട് ഒറ്റ വെട്ടിൽ അദ്ദേഹം ഈ ബലൂണിനെയും അതുപോലെ തന്നെ ഗ്രൗണ്ടിനെയും അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ റോപ്പ് കട്ട് ചെയ്യാണ് കേട്ടോ. കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാണ്. ദാറ്റ് ഹോൾഡ്സ് ദി ബലൂൺസ് ടു ദി ഗ്രൗണ്ട്, ഗ്രൗണ്ടിലോട്ട് ബലൂണിനെ ഹോൾഡ് ചെയ്യുന്ന ആ റോപ്പ് നൈഫ് വെച്ചിട്ട് ഒറ്റ വെട്ടിൽ മുറിക്കുകയാണ്. ഹി ഗീവ്സ് ലഹോല ഇറ്റ്സ് ലിബർട്ടി. അങ്ങനെ അദ്ദേഹം നമ്മളുടെ ലഹോല എന്നുള്ള ബലൂണിന് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. അതായത് അതിനെ പറക്കാൻ വേണ്ടി വിടുകയാണ് എന്ന് പറയുന്നത്. ഇൻ 1 second വി ഫ്ലൈ സ്കൈവേർഡ്സ്. ഒറ്റ സെക്കൻഡിനുള്ളിൽ തന്നെ ഞങ്ങൾ മേലോട്ട് സ്കൈയിലോട്ട് ഇങ്ങനെ ഉയർന്നു പോവാണ്. നത്തിങ് ക്യാൻ ബി ഹിയർഡ്, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. വി ഫ്ലോട്ട്, വി റൈസ്, വി ഫ്ലൈ, വി ഗ്ലൈഡ്. ഞങ്ങൾ മുകളിലോട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാണ്, മുകളിലോട്ട് പോവാണ്. റൈസ്, ഉയർന്നു പോവാണ്. ഫ്ലൈ, വി ഫ്ലൈ, ഇങ്ങനെ ഫ്ലൈ ചെയ്ത് പോവാണ്. വി ഗ്ലൈഡ്. ഗ്ലൈഡ് എന്ന് വെച്ചാൽ സ്ലൈഡ് എന്നുള്ള ടേമിൻ്റെ ഇതാണ് കേട്ടോ. ഗ്ലൈഡ് എന്ന് പറയുന്നത് ഇങ്ങനെ വഴുതി പോകുന്ന പോലെ, ഇങ്ങനെ കാറ്റിലിങ്ങനെ വഴുതി പോകുന്ന പോലെ. അവർ ഫ്രണ്ട്സ് ഷൗട്ട് വിത്ത് ഗ്ലീ ആൻഡ് അപ്ലോഡ് ബട്ട് വി ഹാർഡ്ലി ഹിയർ ദം, വി ഹാർഡ്ലി സീ ദം. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് താഴെ നിന്ന് ഇങ്ങനെ ഷൗട്ട് ചെയ്യണം വിത്ത് ഗ്ലീ ആൻഡ് അപ്ലോഡ്. ഗ്ലീ എന്ന് വെച്ചാൽ സന്തോഷം എന്നാണ് കേട്ടോ. അപ്ലോഡ് എന്ന് വെച്ചാൽ അഭിനന്ദനങ്ങൾ, കാരണം ഉയർന്നു പോവാണല്ലോ. ബട്ട് വി ഹാർഡ്ലി ഹിയർ ദം, ഞങ്ങൾക്ക് ശരിക്കും അവരെ കേൾക്കാൻ പറ്റും, അവരെന്താ പറയുന്നതെന്ന് കേൾക്കാൻ പറ്റുന്നില്ല. വി ഹാർഡ്ലി സീ ദം, ഞങ്ങൾക്ക് അവരെ ശരിക്കും കാണാൻ പറ്റുന്നില്ല, കാരണം ഇവർ ഉയരത്തോട്ട് ഇങ്ങനെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ ഓൾറെഡി സോ ഫാർ സോ ഹൈ, ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഭയങ്കര ദൂരത്തെത്തി, ഭയങ്കര ഹൈറ്റിലെത്താൻ തുടങ്ങി. വാട്ട്, അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓദറായിട്ടുള്ള മൊപ്പസൻ ചിന്തിക്കുകയാണ്. വാട്ട്, എന്ത്, ആർ വി റിയലി ലീവിങ് ദീസ് പീപ്പിൾ ഡൗൺ ദെയർ, ശരിക്കും നമ്മളിവരെ വിട്ടു പോവാണോ, അവരെ താഴെ നിർത്തി പോവാണോ? ഇസ് ഇറ്റ് പോസിബിൾ, അത് ശരിക്കും സാധിക്കുന്ന കാര്യമാണോ എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുകയാണ്. പാരീസ് സ്പ്രെഡ് ഔട്ട് ബിനീത്ത് അസ്. അപ്പോൾ നമ്മൾ സ്റ്റോറിയുടെ ആദ്യം പറഞ്ഞു അല്ലേ, ബെൽജിയം ബോർഡറിലാണ് എന്നൊക്കെ ആ ടെലഗ്രാമിൽ നിങ്ങൾ കണ്ടിരുന്നല്ലോ. അപ്പോൾ ബെൽജിയം ബോർഡറിലാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെ തന്നെയാണ് എൻഡ് ചെയ്യുക. ബട്ട് ദേ ക്യാൻ സീ, കാരണം ബോർഡർ ആയതുകൊണ്ട് പാരീസ്, ഫ്രാൻസിലുള്ള പാരീസ് അവരുടെ അണ്ടറിൽ കാണുകയാണ്. അവരുടെ താഴെ അവർക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ പാരീസാണ്. എ ഡാർക്ക് ബ്ലൂവിഷ് പാച്ച്, അവർക്ക് എങ്ങനെയാണ് പാരീസ് കാണാൻ പറ്റുന്നത്? ഒരു ഡാർക്ക് ബ്ലൂവിഷ് ഷെയ്ഡ് പോലെ. പാച്ച് എന്ന് വെച്ചാൽ ഏരിയ. കട്ടിങ് ബൈ ഇറ്റ് സ്ട്രീറ്റ്, അതിൽ സ്ട്രീറ്റ്സ് ഉണ്ട്. ഫ്രം വിച്ച് റൈസ് ഹിയർ ആൻഡ് ദെയർ ഡോംസ്, towers, steeples, then around it the plain, the country, traversed by long roads, thin and white, amidst green field of a tender or dark green, and woods almost black. അപ്പോൾ അദ്ദേഹത്തിന് മേലെ നിന്ന് എങ്ങനെയൊക്കെയാണ് ഇതുകൾ കാണാൻ പറ്റുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് കേട്ടോ. നമ്മൾ പാരീസ് കാണാൻ പറ്റുന്നത് ഒരു ബ്ലൂയിഷ് ഷെയ്ഡ് പോലെയാണ്. അതിൽ സ്ട്രീറ്റുകളുണ്ട്, അതിലിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ഡോംസ് എന്ന് പറയുന്നത് നമ്മളുടെ മിനാരത്തിനാണ് ഡോംസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട്, മിനാരം പോലെ പൊങ്ങി നിൽക്കുന്ന, അവിടെ ഇവിടെയൊക്കെ പൊങ്ങി നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ടവേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റീപ്പിൾസ് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ പള്ളിയുടെ മുകളിലൊക്കെ കാണാൻ പറ്റില്ലേ, ഒരു ഉയരത്തിലുള്ളൊരു സംഭവം, അതിനാണ് സ്റ്റീപ്പിൾസ് എന്ന് പറയുന്നത്. അതും കാണാൻ പറ്റുന്നുണ്ട്. ദെൻ അറൗണ്ട് ഇറ്റ് ദ പ്ലെയിൻ, ദ കൺട്രി, ട്രാവേഴ്സ്ഡ് ബൈ ലോങ് റോഡ്സ്. അതിൻ്റെ കൂടെ തന്നെ കാണാൻ പറ്റുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ, അതുപോലെ തന്നെ ട്രാവേഴ്സ്ഡ് ബൈ ലോങ് റോഡ്സ്. ട്രാവേഴ്സ് എന്ന് വെച്ചാൽ സഞ്ചരിക്കാൻ പറ്റുന്ന ലോങ് റോഡ്സ് കാണാൻ പറ്റുന്നുണ്ട്. തിൻ ആൻഡ് വൈറ്റ്, എമിഡ്സ് ഗ്രീൻ ഫീൽഡ്സ്, അതിൻ്റെ ഇടയിലായിട്ട്, എമിഡ്സ് എന്ന് വെച്ചാൽ ഇടയിലായിട്ട് ഗ്രീൻ ഫീൽഡുകൾ കാണുന്നുണ്ട്. ഓഫ് ടെൻഡർ ഓർ ഡാർക്ക് ഗ്രീൻ, ആ ഫീൽഡുകൾ എന്ത് കളറിലാണ്, ടെൻഡർ കളറിലോ അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലൊക്കെയാണ് കാണാൻ പറ്റുന്നത്. ആൻഡ് വുഡ്സ് ആൾമോസ്റ്റ് ബ്ലാക്ക്, വുഡ്സ് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഫോറസ്റ്റ് ഏരിയ ഒക്കെ കാണാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ. ഇതൊക്കെ മുകളിൽ നിന്ന് എങ്ങനെയാണ് അദ്ദേഹം കാണുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാണ് കേട്ടോ. ദ സൺ വിച്ച്
we could no longer see down below now reappears. അവർക്ക് താഴെ നിന്ന് കാണാൻ പറ്റാത്ത ആ സണ്ണ് ഇപ്പോൾ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. റീഅപ്പിയർ, ഇപ്പോൾ അവർക്കത് കാണാൻ പറ്റുന്നുണ്ട്. In fact, we can see whether we are rising or sinking only by throwing a cigarette paper out of the basket now and then. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് അവർക്ക് മനസ്സിലാവണം, അവർ മേലേക്കാണോ പോകുന്നത് താഴേക്കാണോ പോകുന്നത് എന്ന് അവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യം കേട്ടോ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാരഗ്രാഫിൽ. അതായത് ഒരു ഹോട്ട് എയർ ബലൂണിൽ അവർ നിൽക്കുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല അവർ മേലേക്കാണോ പോകുന്നത് താഴേക്കാണോ പോകുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് പറയുന്നത്. ഇൻ ഫാക്ട് വി ക്യാൻ സീ വെദർ വി ആർ റൈസിങ് ഓർ സിങ്കിങ് ഓൺലി ബൈ ത്രോയിങ് എ സിഗരറ്റ് പേപ്പർ ഔട്ട് ഓഫ് ദി ബാസ്കറ്റ് നൗ ആൻഡ് ദെൻ. അപ്പോഴും ഇപ്പോഴും ഒക്കെ ഒരു സിഗരറ്റ് പേപ്പർ ബാസ്ക്കറ്റിൻ്റെ പുറത്തോട്ട് ഇടുമ്പോഴാണ് അവർക്ക് മേലോട്ടാണ് റൈസിങ് ആണോ സിങ്കിങ് ആണോ താഴോട്ടാണോ പോകുന്നതെന്ന് മനസ്സിലാക്കാം. ഇഫ് ദിസ് പേപ്പർ അപ്പിയേഴ്സ് ടു ഫാൾ ഡൗൺ ലൈക്ക് എ സ്റ്റോൺ ഇറ്റ് മീൻസ് ദാറ്റ് ദ ബലൂൺ ഈസ് റൈസിങ്. അതായത് നമ്മൾ ഇടുന്ന ആ പേപ്പർ താഴേക്കാണ് നമ്മൾ പോകുന്നത് കാണുന്നതെങ്കിൽ ഇറ്റ് മീൻസ് നമ്മൾ മുകളിലോട്ട് പോവാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതായത് അവരിടുന്ന സാധനം താഴോട്ടാണ് പോകുന്നതെങ്കിൽ അപ്പോൾ മനസ്സിലാവുന്നുണ്ട് ബലൂണ് മുകളിലോട്ടാണ് പോകുന്നതെന്ന്. ഇഫ് ഇറ്റ് അപ്പിയേഴ്സ് ടു ഷൂട്ട് സ്കൈ വേർഡ്സ് ദ ബലൂൺ ഈസ് ഡിസെൻഡിങ്. അതിന് പകരം നമ്മൾ ഇടുന്ന ആ സിഗരറ്റിൻ്റെ പേപ്പർ മുകളിലോട്ടാണ്, സ്കൈ വേർഡ്സ് എന്ന് വെച്ചാൽ മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ ദ ബലൂൺ ഈസ് ഡിസെൻഡിങ്. ഡിസെൻഡിങ് എന്ന് വെച്ചാൽ താഴോട്ട് എന്നാണ്. അപ്പം ബലൂണ് താഴോട്ടാണ് പോകുന്നത്. ഓക്കെ, ഓപ്പോസിറ്റ്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാം. ദെൻ നെക്സ്റ്റ്, the two barometers mark about 500 meters. അപ്പോൾ ബാരോമീറ്റേഴ്സിൽ നോക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് അവർ 500 meters എബവ് ആണ്, മുകളിലാണ് എന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് വി ഗേസ് വിത്ത് enthusiastic admiration at the earth we are living and to which we are not attached in any way. അപ്പോൾ അവർ ഗേസ് എന്ന് വെച്ചാൽ നോട്ടം എന്നാണ്. ഇന്തൂസിയാസ്റ്റിക് എന്നുള്ള ടേമിൻ്റെ മീനിങ് വരുന്നത് ഭയങ്കര പ്രത്യേക തരം അവർക്ക് തോന്നുകയാണ്. അഡ്മിറേഷൻ, സ്നേഹം, ഒരു പ്രത്യേക തരം സ്നേഹം അവർക്ക് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോൾ, നമ്മൾ ജീവിച്ചിരുന്ന ആ എർത്തിലോട്ട് ഭൂമിയിലോട്ട് നോക്കുമ്പോൾ അവർക്ക് പ്രത്യേക തരം ഒരു സ്നേഹം തോന്നുകയാണ്. ടു വിച്ച് വി ആർ നോട്ട് അറ്റാച്ച്ഡ് ഇൻ എനി വേ. ഇപ്പം ഞങ്ങൾ അതിനോട്ട് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. ആ എർത്തിലോട്ട് ഞങ്ങൾ ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല. അവർ ഫാർ എവേ ആണ് എന്ന് പറയണം കേട്ടോ. ഇറ്റ് ലുക്സ് ലൈക്ക് എ കളേർഡ് മാപ്പ്. എർത്ത് എങ്ങനെയാണ് തോന്നുന്നത്? ഒരു കളർ ചെയ്ത മാപ്പ് പോലെയാണ് അവർക്ക് തോന്നുന്നത്. എ ഇമ്മെൻസ് പ്ലാൻ ഓഫ് ദി കൺട്രി. ഒരു കൺട്രിയുടെ ഇമ്മെൻസ് എന്ന് വെച്ചാൽ വലിയ, ഏറ്റവും വലിയ പ്ലാൻ പോലെയാണ് അവർക്ക് മേലെ നിന്ന് ഭൂമി നോക്കുമ്പോൾ കാണുന്നത്. ഓക്കെ, ഓൾ ഇറ്റ്സ് നോയ്സസ് ഹൗവർ റൈസ് ടു അവർ ഇയേഴ്സ് വെരി ഡിസ്റ്റിങ്ക്ട്ലി ഈസിലി റിക്കഗ്നൈസബിൾ. അപ്പോൾ അവർക്ക് അവിടുത്തെ ഈ ഭൂമിയിലുള്ള എല്ലാ തരം നോയ്സുകളും റൈസസ് ടു അവർ ഇയേഴ്സ്, അവരുടെ ചെവിയിൽ ഇങ്ങനെ കേട്ടുകൊണ്ട് ഇരിക്കുകയാണ്. വെരി ഡിസ്റ്റിങ്ക്ട്ലി എന്ന് വെച്ചാൽ ഭയങ്കര വ്യക്തമായിട്ട് അവർക്ക് എല്ലാ വോയിസുകളും കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈസിലി റിക്കഗ്നൈസബിൾ, ശരിക്കും തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എന്തിൻ്റെ വോയിസാണ് എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, വി ഹിയർ ദ സൗണ്ട് ഓഫ് ദി വീൽസ് റോളിംഗ് ഇൻ ദി സ്ട്രീറ്റ്. അവർക്ക് എന്തൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്? വീൽസ് റോളിംഗ് ഇൻ ദി സ്ട്രീറ്റ്. വീൽസ് റോളിംഗ് ഇൻ ദി സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടികൾ പോകുന്ന ശബ്ദങ്ങൾ, പലതരം വണ്ടികൾ പോകുന്ന ശബ്ദങ്ങൾ. ദ സ്നാപ്പ് ഓഫ് എ വീപ്പ്. വീപ്പ് എന്ന് വെച്ചാൽ ചാട്ടവാർ. ഓക്കെ, ഒരു സ്നാപ്പ് ഓഫ് ദി വീപ്പ്, ചാട്ടവാർ കൊണ്ടുള്ളൊരു അടി, അങ്ങനത്തെ ഒരു സൗണ്ട് അവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ദ ക്രൈസ് ഓഫ് ഡ്രൈവേഴ്സിൻ്റെ പലതരം ശബ്ദങ്ങളും കേൾക്കാൻ പറ്റുന്നുണ്ട്. ദ റോളിംഗ് ആൻഡ് വിസ്ലിംഗ് ഓഫ് ദി ട്രെയിൻ പോകുന്നതും അതിൻ്റെ ചൂളം വിളി അതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദി ലാഫർ ഓഫ് സ്മാൾ ബോയ്സ് റണ്ണിങ് ആഫ്റ്റർ വൺ അനദർ. ആൺകുട്ടികൾ ഓടുന്ന ശബ്ദങ്ങളും അവരുടെ ചിരിയുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. എവറി ടൈം വി പാസസ് ഓവർ എ വില്ലേജ് ദ നോയ്സ് ഓഫ് ചിൽഡ്രൻസ് വോയിസസ് ഹിയർഡ് എബൌട്ട് ദി റെസ്റ്റ് ആൻഡ് വിത്ത് ദി ഗ്രേറ്റസ്റ്റ് ഡിസ്റ്റിങ്ക്നെസ്. അപ്പോൾ എന്താ പറയുന്നത്, എല്ലാ പ്രാവശ്യം ഞങ്ങൾ ഓരോ വില്ലേജ്, ഓരോ ഗ്രാമങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ചിൽഡ്രൻസിൻ്റെ വോയിസാണ് ബാക്കിയുള്ള വോയിസിലേറെയൊക്കെ കേൾക്കാൻ പറ്റുന്നത്. ആൻഡ് വിത്ത് ദി ഗ്രേറ്റസ്റ്റ് ഡിസ്റ്റിങ്ക്നെസ്, അത് ഏറ്റവും വ്യക്തമായിട്ട് തന്നെ അവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ദ വ്യൂ ഈസ് സൂപ്പർ. അപ്പം മേലെ നിന്നുള്ള ആ കാഴ്ച എന്ന് പറയുന്നത് അതിഗംഭീരമാണ്. ഇറ്റ് ഈസ് ഡാർക്ക് ഓൺ ദി എർത്ത്. ഭൂമിയിൽ ഭയങ്കര ഇരുട്ടായിട്ടുണ്ട്, അതായത് രാത്രി ആയിട്ടുണ്ട്. ബട്ട് വി ആർ സ്റ്റിൽ ഇൻ ലൈറ്റ്. പക്ഷേ അവർ മേലെ ആയതുകൊണ്ട് അവർക്ക് എപ്പോഴും കുറച്ചൊക്കെ ഒരു ലൈറ്റ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് നൗ പാസ്റ്റ് 10 o'clock. അപ്പോൾ ഇപ്പോൾ രാത്രി
10 മണി ആയിട്ടുണ്ട്. നൗ വി ബിഗിൻ ടു ഹിയർ സ്ലൈറ്റ് കൺട്രി നോയ്സസ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് എന്താ കേൾക്കാൻ പറ്റുന്നത്? ചെറുതായിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളിലുള്ള നോയ്സസ്, ശബ്ദങ്ങളാണ് അവർക്ക് ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നത്. ദ ഡബിൾ ക്രൈ ഓഫ് ദി ക്യുവൽ ഇൻ പർട്ടിക്കുലർ. പ്രത്യേകിച്ച് അവർക്ക് കേൾക്കാൻ പറ്റുന്നത് എന്താണ്? കാടകളുടെ ശബ്ദങ്ങളാണ്. ഓക്കെ, ദെൻ ദി മ്യാവിങ് ഓഫ് ക്യാറ്റ് ആൻഡ് ദി ബാർക്കിംഗ് ഓഫ് ദി ഡോഗ്സ്. ഈ പൂച്ചകളുടെ മ്യാവ് ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ട്, പട്ടികളുടെ ബാർക്കിംഗ് സൗണ്ടുകൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഷുവർലി ദ ഡോഗ് ഹാസ് സെൻറ്റഡ് ദി ബലൂൺ. ഈ ഡോഗ്സിന് ഈ ബലൂണിൻ്റെ മണം പിടിക്കാൻ കഴിയുന്നുണ്ട്, അവർക്ക് അതിൻ്റെ മണം കിട്ടുന്നുണ്ട്. ദേ ഹാവ് സീൻ ഇറ്റ് ആൻഡ് ഹാവ് ഗിവൺ ദി അലാറം. ഡോഗ്സ് ഈ ബലൂൺ വരുന്നത് കാണുന്നുണ്ട്, അതുപോലെ തന്നെ അലാറം എന്ന് പറയുന്നത് അവർ ബാർക്ക് ചെയ്ത് അറിയിക്കുകയാണ് എല്ലാവരും. We can hear them barking all over the plain and making the identical noise they make when baying at the moon. അപ്പോൾ അവർ എല്ലാ ഏരിയയിലും അവർ ബാർക്ക് ചെയ്യുന്ന, അവർ കുരക്കുന്ന ആ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് മേക്കിംഗ് ദി ഐഡൻറ്റിക്കൽ നോയ്സ് ദേ മേക്ക് വെൻ ബേയിങ് അറ്റ് ദി മൂൺ. ബേയിങ് എന്നുള്ള ടേം ഉദ്ദേശിക്കുന്നത് എന്താ? ബാർക്ക് എന്നാണ് കേട്ടോ. അപ്പോൾ അവർ മൂണിനെ കാണുമ്പോൾ, ചന്ദ്രനെ കാണുമ്പോൾ ഒരു തരം പ്രത്യേക തരത്തിൽ അവർ ഒച്ചിടാൻ തുടങ്ങുമല്ലോ. ആ ഒരു ഐഡൻറ്റിക്കൽ സൗണ്ടും ഇവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ദ കൗ ഓൾസോ സീംസ് ടു വേക്ക് അപ്പ് ഇൻ ദി ബാൺസ്. അപ്പോൾ അവർക്ക് ഈ ബാൺസ് എന്ന് വെച്ചാൽ കളപ്പുര അല്ലെങ്കിൽ പത്തായപ്പുര എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അവിടെ നിന്ന് നമ്മളുടെ കൗസ്, പശുക്കളും അവിടെ നിന്ന് എണീറ്റിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് പറയുന്നത്? ഫോർ വി ക്യാൻ ഹിയർ ദം ലോയിങ്. ലോയിങ് എന്ന് വെച്ചാൽ അവരുടെ ശബ്ദത്തിനാണ് ലോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പശുക്കൾ കരയുന്നതും കേൾക്കാൻ പറ്റുന്നുണ്ട്. All the beasts are scared and moved before the aerial monster that is passing. ഏരിയൽ എന്ന് വെച്ചാൽ എയർ എന്നാണ് കേട്ടോ. എയർ മോൺസ്റ്റർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ബലൂണിനെ തന്നെയാണ്. അപ്പോൾ എല്ലാ ബീസ്റ്റുകളും, എല്ലാ ജീവികളും അല്ലെങ്കിൽ മൃഗങ്ങളും പേടിച്ചിട്ടുണ്ട്. ആൻഡ് മൂവിങ് ബിഫോർ ദി ഏരിയൽ മോൺസ്റ്റർ ദാറ്റ് ഈസ് പാസിങ്. അപ്പോൾ അവരെല്ലാവരും ഈ ഒരു മോൺസ്റ്ററിനെ കണ്ടിട്ട്, ഈ ഒരു ബലൂണിനെ കണ്ടിട്ട് അവരെല്ലാവരും പേടിച്ചാണ് നിൽക്കുന്നത്. ദ ഡെലീഷ്യസ് ഓർഡേഴ്സ് ഓഫ് ദി സോയിൽ റേസ് ടുവേർഡ്സ് അസ്. ഡെലീഷ്യസ് എന്ന് വെച്ചാൽ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള, മാധുര്യമുള്ള. ഓർഡർ എന്ന് വെച്ചാൽ സ്മെല്ല്, ഓക്കെ, മണം. ഓക്കെ, നമ്മുടെ മണ്ണിൻ്റെ ഭയങ്കര നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇവർക്ക്. ദ സ്മെൽ ഓഫ് ഹേ, ഓഫ് ഫ്ലവേഴ്സ്, ഓഫ് ദി മോസ്റ്റ് verdant earth പെർഫ്യൂമിങ് ദി എയർ. അപ്പോൾ എന്തൊക്കെ സ്മെല്ലാണ് കിട്ടുന്നത്? ദ സ്മെൽ ഓഫ് ഹേ എന്ന് വെച്ചാൽ പുല്ലിൻ്റെ സ്മെല്ല് കിട്ടുന്നുണ്ട്. ഓഫ് ഫ്ലവേഴ്സിൻ്റെ പൂവുകളുടെ മണം കിട്ടുന്നുണ്ട്. ഓഫ് ദി മോയിസ്റ്റിൻ്റെ മണം, അതായത് നനവ് ഉണ്ടായ ഭൂമിയിൽ നനഞ്ഞാലൊരു മണം ഉണ്ടാവുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. വേർഡൻറ്റ് എർത്ത് എന്നുള്ള ടേം ഉദ്ദേശിക്കുന്ന പച്ചയായ ആ മണ്ണിൻ്റെ മണം വരികയാണ്. പെർഫ്യൂമിങ് ദി എയറിലൊക്കെ ആ മണം അവർക്ക് കിട്ടുന്നുണ്ട്. അറ്റ് ടൈം വി റൈസ് ആൻഡ് ദെൻ ഡിസെൻഡ്. ചില സമയങ്ങളിൽ ഞങ്ങൾ പൊങ്ങി പോകുന്നുണ്ട്, മേലോട്ട് പോകുന്നുണ്ട്, ചിലപ്പോൾ താഴോട്ട് പോകുന്നുണ്ട്. എവറി ഫ്യൂ മിനിറ്റ്സ് ലെഫ്റ്റനന്റ് മാലറ്റ് സസ്പെൻഡഡ് ഇൻ ഹിസ് cobweb of netting, saying to the captain Joyce, we are descending, throw down half a handful. അപ്പോൾ എന്താണ്, ഓരോ മിനിറ്റ് കൂടുമ്പോഴും അവർക്ക് മെല്ലറ്റിൻ്റെ സൗണ്ട് കേൾക്കണം. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? ഇൻ ഹിസ് cobweb of netting. കോപ്പ് എന്ന് വെച്ചാൽ ചിലന്തി വല. അദ്ദേഹം നിൽക്കുന്ന ആ ഒരു നെറ്റിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞു അല്ലേ, ബലൂണിൻ്റെയും അതുപോലെ തന്നെ ബാസ്ക്കറ്റിന് ഇടയിൽ വരുന്ന ആ ഒരു നെറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ നിന്നിട്ട് മെല്ലൻറ്റ് ക്യാപ്റ്റൻ ജോയ്സിന് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. വി ആർ ഡിസെൻഡിങ് എന്ന് വെച്ചാൽ ഞങ്ങൾ താഴോട്ട് പോവാണ്. ത്രോ ഡൗൺ ഹാഫ് എ ഹാൻഡ്ഫുൾ. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ചില മണ്ണുകൾ ഇങ്ങനെ ഒഴിവാക്കേണ്ട അവസ്ഥ വരും, ആ മണൽ ഒഴിവാക്കാൻ പറയാണ് കേട്ടോ. ആൻഡ് ദ ക്യാപ്റ്റൻ ഹൂ ഈസ് ടോക്കിംഗ് ആൻഡ് ലാഫിംഗ് വിത്ത് അസ് വിത്ത് എ ബാഗ് ഓഫ് ballast between his legs take a handful of sand out of the bag and throws it overboard. അപ്പോൾ ഞങ്ങളോട് സംസാരിച്ചിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ക്യാപ്റ്റന് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുമ്പോൾ എന്താ ചെയ്യുന്നത്? വിത്ത് എ ബാഗ് ഓഫ് ബാലസ്റ്റ് എന്ന് വെച്ചാൽ ഈ കല്ലിൻ്റെ ആ ബാഗിന് അല്ലെങ്കിൽ ആ മണലിട്ടിട്ടുള്ള ആ ബാഗിനെയാണ് ബാലസ്റ്റ് എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഇടയിൽ നിന്ന് ആ ബാലസ്റ്റ് എടുക്കുന്നു, അതിൽ നിന്നൊരു ഹാൻഡ്ഫുൾ ഓഫ് മണ്ണെടുക്കുന്നു, എന്നിട്ട് അത് താഴോട്ടിടുകയാണ് നമ്മളുടെ ക്യാപ്റ്റൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നത്തിങ് ഈസ് മോർ അമ്യൂസിങ്, മോർ ഡെലിക്കേറ്റ്, മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ മെന്യൂവേറിംഗ് ഓഫ് ദി ബലൂൺ. അപ്പോൾ അദ്ദേഹം നമ്മളുടെ ഓദർ പറയുന്നത് എന്താണ്? നത്തിങ് ഈസ് മോർ അമ്യൂസിങ് എന്ന് വെച്ചാൽ രസകരം. ഓക്കെ, ഡെലിക്കേറ്റ് മീൻസ് നമ്മളുടെ ലോലം. ഓക്കെ, മോർ ഇൻട്രസ്റ്റിംഗ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബലൂണിൽ യാത്ര ചെയ്യുന്ന. മെനൂവറിൽ നമ്മൾ മീനിങ് പറഞ്ഞിരുന്നു അല്ലെ, ചലനം അല്ലെങ്കിൽ യാത്ര എന്നൊക്കെ മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും അമേസിങ് ആയിട്ടുള്ള, ഇത്രയും രസകരമായിട്ടുള്ള വേറൊരു യാത്രയില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എൻ എനോർമസ് ടോയ്. എനോർമസ് എന്ന് വെച്ചാൽ ഭയങ്കര ബിഗ്,
വലിയൊരു ടോയ് പോലെയാണ്. ഫ്രീ ആൻഡ് ഡെസൈൽ. ഡെസൈൽ മീൻസ് അനുസരണ ഉള്ളതിനാണ് ഡെസൈൽ എന്ന് പറയുന്നത്. ഫ്രീ ആൻഡ് ഡെസൈൽ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ബലൂണ് ഫ്രീ ആണ്, അതായത് അറ്റ് എ ടൈം അത് എയറിൻ്റെ ഇതിനനുസരിച്ച് ഫ്രീ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ആൻഡ് ഡെസൈൽ അനുസരണയുണ്ട്, അതായത് ചിലപ്പോൾ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനും പറ്റുന്നുണ്ട്. നമ്മുടെ ക്യാപ്റ്റൻ അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വിൻഡിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് അത് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫ്രീ ആൻഡ് ഡെസൈൽ എന്ന് പറയുന്നത്. വിച്ച് ഒബൈസ് വിത്ത് സർപ്രൈസിങ് സെൻസിറ്റീവ്നെസ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഒബേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ആൻഡ് ബിഫോർ ഓൾ ദ സ്ലേവ് ഓഫ് ദി വിൻഡ് വിച്ച് വി കനോട്ട് കൺട്രോൾ. പക്ഷെ വീണ്ടും പറയുകയാണെങ്കിൽ അത് എങ്ങനെയാണ്, ഒരു സ്ലേവ് ആണ്, ഒരു അടിമയാണ് ഓഫ് ദി വിൻഡ്, കാറ്റിൻ്റെ ഒരു അടിമയെ പോലെയാണ്. വിച്ച് വി കനോട്ട് കൺട്രോൾ. ഭയങ്കര ശക്തമായിട്ടുള്ള കാറ്റൊന്നും വന്നാൽ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എ പിഞ്ച് ഓഫ് സാൻഡ്, ഹാഫ് എ ഷീറ്റ് ഓഫ് പേപ്പർ, 1 or 2 drops of water, the bones of chicken which we have just eaten, thrown overboard, makes it go up quickly. അപ്പോൾ എന്താ പറയുന്നത്, ഒരു പിഞ്ച് ഓഫ് സാൻഡ്, നമ്മൾ താഴേക്കിടുന്ന ആ സാൻഡിനെ കുറിച്ചാണ് പറയുന്നത്. ഹാഫ് എ ഷീറ്റ് ഓഫ് പേപ്പർ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ, സിഗരറ്റ് പേപ്പറൊക്കെ ഇടുന്ന ആ ഒരു സംഭവമാണ് പറയുന്നത്. 1 or 2 drops of water, അവർ കുടിക്കുന്ന 1 or 2 തുള്ളി വെള്ളം, അവർ കുടിക്കുന്ന ആ വെള്ളം. ദ ബോൺ ഓഫ് ചിക്കൻ വിച്ച് വി ഹാവ് ജസ്റ്റ് ഈറ്റൻ, ഞങ്ങൾ ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞ ആ ചിക്കൻ്റെ ബോണ്, ഇതൊക്കെ ത്രോൺ ഓവർബോർഡ്, അതൊക്കെ താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ മേക്ക് ഇറ്റ് ഗോ അപ്പ് ക്വിക്ക്ലി, ഈ ഒരു ബലൂണിന് പെട്ടെന്ന് പോകാൻ കഴിയും. ഓക്കെ, മേലോട്ട് പോകാൻ കഴിയും. ഇതൊക്കെ അതായത് കുറേ വെയിറ്റുകൾ ഇങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ബലൂണിന് വേഗം സഞ്ചരിക്കാൻ കഴിയും, അല്ലെങ്കിൽ വേഗം മുകളിലോട്ട് പോകാൻ കഴിയും എന്ന് പറയുന്നത്. അതായത് അത്രയും സെൻസിറ്റീവാണ് ബലൂൺ എന്ന് പറയുന്നത്. ദ എർത്ത് സ്ലീപ്സ് നൗസ് ഓർ റേദർ മാൻ സ്ലീപ്സ് ഓൺ ദി എർത്ത്. അപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ നമ്മളുടെ ഭൂമി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ മനുഷ്യർ ഭൂമിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്ന്. ഓക്കെ, അങ്ങനെ പറയാം. ഫോർ ദ ബീസ്റ്റ് അവേക്കൺ ബൈ ദി സൈറ്റ് ഓഫ് അവർ ബലൂൺ. ബീസ്റ്റ് എന്ന് വെച്ചാൽ മൃഗങ്ങളൊക്കെ ഞങ്ങളുടെ ഈ ബലൂണിൻ്റെ കാഴ്ച കണ്ടിട്ട് അവരൊക്കെ ഉണർന്നിരിക്കുകയാണ്. അനൗൺസസ് അവർ അപ്രോച്ച് എവ്രിവെയർ. അവരുടെ ആ ശബ്ദങ്ങൾ, ഓരോ അനിമൽസും അവരുടേതായിട്ടുള്ള ശബ്ദങ്ങൾ കൊണ്ട് ഇവരുടെ ഈ വരവ് അവർ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എ സ്ട്രോങ് ആൻഡ് കണ്ടിന്യൂസ് ഓർഡർ ഓഫ് ഗ്യാസ് ക്യാൻ ബി പ്ലെയിൻലി ഒബ്സർവ്ഡ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള, ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്ട്രോങ് ആയിട്ടുള്ള അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഗ്യാസിൻ്റെ മണം അദ്ദേഹത്തിന് കിട്ടുകയാണ്. വി മസ്റ്റ് ഹാവ് എൻകൗണ്ടേർഡ് എ കറൻറ്റ് ഓഫ് വാം എയർ. അപ്പോൾ എന്താണ് ഈ ഗ്യാസിൻ്റെ മണത്തിന് കാരണം വരുന്നത്, ഒരു വാമായിട്ട് ഒരു ചൂടായിട്ടുള്ള ഒരു എയറിൻ്റെ എൻകൗണ്ടർ, ഏറ്റുമുട്ടൽ കാരണമാണ് ഈ ഒരു ഗ്യാസിൻ്റെ മണം വരുന്നത്. ഓക്കെ, ആൻഡ് ദ ബലൂൺ എക്സ്പാൻഡ്സ് ലൂസിങ് ഇറ്റ് ഇൻവിസിബിൾ ബ്ലഡ് ബൈ ദി എസ്കേപ്പ് വാൾവ്. നമ്മളുടെ ബലൂണ് എക്സ്പാൻഡ് ചെയ്യുക, ലൂസിങ് ഇറ്റ്സ് ഇൻവിസിബിൾ ബ്ലഡ് ബൈ ദി എസ്കേപ്പ് വാൾവ്. ഇവിടെ ഇൻവിസിബിൾ ബ്ലഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബലൂണിൽ നിറച്ചിട്ടുള്ള ആ ഗ്യാസിനെയാണ് കേട്ടോ. അത് എസ്കേപ്പ് ആവണം, അതിൻ്റെ ആ ഒരു എഫക്റ്റ് ആയിട്ടാണ് ഇവർക്ക് ഈ മണം ഫീൽ ചെയ്യുന്നത്. വി ആർ റൈസിങ്, ഞങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ദ എർത്ത് നോ ലോങ്ങർ ഗിവ്സ് ബാക്ക് ദി എക്കോ ഓഫ് അവർ ട്രംപറ്റ്സ്. അപ്പോൾ അവർ മുഴക്കുന്ന ആ ട്രംപറ്റ്സിൻ്റെ സൗണ്ടിൽ നിന്നും ഒരു എക്കോ ഏർത്ത് തരുന്നില്ല, കാരണം അവരത്രയും ഉയരത്താണ് ഇപ്പോൾ ഉള്ളത്. വി ഹാവ് റൈസൺ ഓൾമോസ്റ്റ് 2000 feet. അവർ 2000 അടി മുകളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇറ്റ് ഈസ് നോട്ട് ലൈറ്റ് ഇനഫ് ഫോർ അസ് ടു കൺസൾട്ട് ദ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഇവർക്കൊരു ലൈറ്റ്, ഒരു പ്രകാശം അവർക്ക് കിട്ടുന്നില്ല ഒരു കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അവരുടെ ഇൻസ്ട്രുമെൻറ്റും താഴെയുള്ളവരുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ. We only know that the rice paper falls from us like death butterflies, that we are rising, always rising. അപ്പോൾ അവരിടുന്ന ആ ഒരു റൈസ് പേപ്പർ എന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് കേട്ടോ. ആ പേപ്പർ അവർ ഇടുമ്പോൾ ഒരു ഡെഡായിട്ടുള്ള ബട്ടർഫ്ലൈ പറക്കുന്ന പോലെയാണ് ഈ പേപ്പർ പറക്കുന്നത്. അതിൽ നിന്ന് അവർക്ക് എന്താ മനസ്സിലാവുന്നത്, അവർ മേലോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് അവർക്ക് മനസ്സിലാവുന്നത്. വി ക്യാൻ നോ ലോങ്ങർ സീ ദി എർത്ത്. ഞങ്ങൾക്ക് എർത്ത് കാണാനേ പറ്റുന്നില്ല. എ ലൈറ്റ് മിസ് സെപ്പറേറ്റ് അസ് ഫ്രം ഇറ്റ്. കാരണം എന്താണ് അവർക്ക് കാണാൻ പറ്റാത്തത്, ഒരു ലൈറ്റായിട്ടുള്ള ഇളം ഒരു മൂടൽമഞ്ഞ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇളം മൂടൽ കൊണ്ട് അവരെയും ഭൂമിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭൂമി കാണാൻ പറ്റുന്നില്ല, വിസിബിൾ അല്ല. ആൻഡ് എബവ് അവർ ഹെഡ്, ഒന്നുകൂടെ, ആൻഡ് എബവ് അവർ ഹെഡ് ട്വിങ്കിൾസ് എ വേൾഡ് ഓഫ് സ്റ്റാർസ്. അവരുടെ മുകളിൽ അവർക്ക് എന്താ കാണാൻ പറ്റുന്നത്, സ്റ്റാറുകൾ, നക്ഷത്രങ്ങൾ ട്വിങ്കിൾ ചെയ്യുന്നതാണ് കാണാൻ പറ്റുന്നത്. എ സിൽവറി ലൈറ്റ് അപ്പിയേഴ്സ് ബിഫോർ അസ് ആൻഡ് മേക്ക് ദി സ്കൈ ടേൺ പെയിൽ. ഒരു സിൽവറി രീതിയിലുള്ള ഒരു ലൈറ്റ് അവരുടെ മേലെ വരികയാണ്. എന്നിട്ട് അത് സ്കൈ ടേൺസ് പിയൽ എന്ന് വെച്ചാൽ വെള്ള, സ്കൈ വെള്ള കളറാവുകയാണ്. ഓക്കെ,
അതായത് ഇവിടെ ആ മിസ്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ മിസ്റ്റ് കാരണം അവർക്ക് സ്കൈ വെള്ള കളറായിട്ട് ഒരു സിൽവറി രീതിയിലാണ് അവർക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് സഡൻലി ആസ് ഇഫ് ഇറ്റ് ഈസ് റൈസിങ് ഫ്രം അൺനോൺ ഡെപ്ത് ബിഹൈൻഡ് ദി ഒറിസോൺസ് ബിലോ അസ് റൈസിങ് ദി മൂൺ ഓൺ ദി എഡ്ജ് ഓഫ് എ ക്ലൗഡ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മൂണിൻ്റെ ചന്ദ്രൻ്റെ വരവാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നിങ്ങനെയാണ് പറയുന്നത്, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് റൈസിങ് ഫ്രം അൺനോൺ ഡെപ്ത്, ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു അറിയപ്പെടാത്തൊരു ഡെപ്തിൽ നിന്ന് ബിഹൈൻഡ് ദി ഹൊറിസോൺസ് ബിലോ അസ്, ഒരു ചക്രവാളത്തിൻ്റെ ബിലോ അടിയിൽ നിന്ന് റൈസ് ദ മൂൺ ഓൺ ദി എഡ്ജ് ഓഫ് ക്ലൗഡ്, ഒരു ക്ലൗഡിൻ്റെ അറ്റത്ത് നിന്ന് ഒരു മൂൺ ഇങ്ങനെ ഉയർന്നു വരുന്നതാണ് കാണുന്നത്. It seems to be coming from below, while we are looking down upon it from a great height, leaning on the edge of our basket like a audience on a balcony. അപ്പോൾ എന്താണ് പറയുന്നത്, ഈ മൂണിൻ്റെ ആ കാര്യങ്ങൾ തന്നെ പറയുന്നത്. മൂണ് താഴെ നിന്ന് വരുന്ന പോലെയാണ് തോന്നുന്നത്. കാരണം എന്താണ്, ഇവർ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്, ഇവരുടെ ബാസ്ക്കറ്റ് ഉള്ളത് ഭയങ്കര ഹൈറ്റിലാണ്. അതുകൊണ്ട് തന്നെ മൂൺ അവർക്ക് കാണാൻ പറ്റുന്നത് താഴെ നിന്ന് വരുന്ന പോലെയാണ്. മൂണിലേറെ കുറേ ഹൈറ്റിലാണ് ഇവർ നിൽക്കുന്നത്. ലീനിങ് ഓൺ ദി എഡ്ജ് ഓഫ് അവർ ബാസ്ക്കറ്റ്, ഞങ്ങളുടെ ബാസ്ക്കറ്റിൻ്റെ എഡ്ജിൽ നിന്ന് ഇങ്ങനെ കുനിഞ്ഞു നോക്കുമ്പോൾ ലൈക്ക് എ ഓഡിയൻസ് ഓൺ ഒരു ബാൽക്കണിയിൽ നിന്ന് നമ്മളെങ്ങനെയാണ് താഴേക്ക് നോക്കുക, അതുപോലെയാണ് ഇവർ മൂണിനെ നോക്കുന്നത്. അവർ അത്രയും ഹൈറ്റിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരികയാണ് കേട്ടോ. അവർ മൂണിലേറെ ഹൈറ്റിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ബാസ്ക്കറ്റിൽ നിന്ന് ഒരു ബാൽക്കണിയിൽ നിന്ന് താഴോട്ട് നോക്കുന്ന പോലെയാണ് അവർ മൂണിനെ വാച്ച് ചെയ്യുന്നത്. Clear and round, it emerges from the cloud and slowly rises in the sky. അത് ഭയങ്കര അവർക്ക് മൂണിനെ ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, ഫുൾ റൗണ്ട് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ് എമേർജസ് ഫ്രം ദി ക്ലൗഡ്, ക്ലൗഡിൻ്റെ നിന്ന് അത് എമേർജ് ചെയ്യാണ്, ഉയർന്നു വരികയാണ്. ആൻഡ് സ്ലോലി റൈസസ് ഇൻ ദി സ്കൈ, സ്കൈയിലോട്ട് അത് ഉയർന്നു വരികയാണ് കേട്ടോ. മെല്ലെ മെല്ലെ അത് ഉയർന്നു വരുന്നു എന്നാണ് പറയുന്നത്. ദ എർത്ത് നോ ലോങ്ങർ സീംസ് ടു എക്സിസ്റ്റ്, എർത്ത് ഇപ്പോൾ അവർക്ക് വിസിബിളേ അല്ല, അതുകൊണ്ട് എർത്ത് അവിടെ ഉണ്ടെന്ന് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല. ഇറ്റ് ഈസ് ബറീഡ് ഇൻ മിൽക്കി വേപ്പേഴ്സ് ദാറ്റ് റിസംബിൾസ് എ സീ. എർത്ത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് ബറീഡ്, അത് മൂടിക്കെട്ടിയിട്ടുള്ളതാണ്. ഇൻ മിൽക്കി വേപ്പേഴ്സ് ദാറ്റ് റിസംബിൾസ് എ സീ, ഒരു മിൽക്കി വേപ്പേഴ്സ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളെ മിസ്റ്റിനെയാണ് കേട്ടോ. മിസ്റ്റ് ഇങ്ങനെ ഒരു പാട കിട്ടിയ പോലെ നിൽക്കുകയാണ്. ദാറ്റ് റിസംബിൾസ് എ സീ, അതെന്താണ് റിസംബിൾ ചെയ്യുന്നത്, എന്തിന് സാദൃശ്യമുള്ളതാണ് ഈ ഒരു മിൽക്കി വേപ്പേഴ്സ് ലൈക്ക് എ സീ, ഒരു സീ കടൽ പോലെ ഒരു പാട ഇങ്ങനെ കെട്ടിക്കിടക്കണ പോലെ മിസ്റ്റും മൂടിക്കിടക്കണം. വി ആർ നൗ എലോൺ ഇൻ സ്പേസ് വിത്ത് ദ മൂൺ, ഞങ്ങളിപ്പോൾ സ്പേസിൽ മൂണിനെ മാത്രമേ അവർക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ മൂണും ഞങ്ങളും ഒറ്റക്കാണെന്ന് പറയാണ്. വിച്ച് ലുക്സ് ലൈക്ക് അനദർ ബലൂൺ ട്രാവലിംഗ് ഓപ്പോസിറ്റ് അസ്. അപ്പോൾ മൂൺ എങ്ങനെയാണ്, വേറൊരു ബലൂണ് അവരുടെ ഓപ്പോസിറ്റിൽ വേറൊരു ബലൂണ് നിൽക്കുന്നത് പോലെയാണ് മൂണ് കാണുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് അവർ ബലൂൺ വിച്ച് ഷൈൻസ് ഇൻ ദി എയർ അപ്പിയേഴ്സ് ലൈക്ക് അനദർ ലാർജർ മൂൺ. അപ്പോൾ ഞങ്ങളുടെ ബലൂൺ എങ്ങനെയാണ്, വേറൊരു മൂണ് പോലെ, ഒരു വലിയ മൂണ് പോലെ, അതായത് അപ്പുറത്തുള്ള ശരിക്കുള്ള മൂണ് വേറൊരു ബലൂൺ പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവരുടെ ബലൂണോ വേറൊരു മൂണ് പോലെ. രണ്ടും ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുമ്പോൾ കമ്പയർ ചെയ്യാണ്. അവരുടെ മൂണൊരു ബലൂണ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്, നമ്മളുടെ ബലൂണ് ഒരു മൂണിനെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. എ വേർഡ് വാണ്ടറിങ് ഇൻ ദി സ്കൈ എമിഡ്സ്റ്റ് ദ സ്റ്റാർസ് ത്രൂ ഇൻഫിനിറ്റി. അപ്പോൾ എന്താ പറയുന്നത്, എ വേൾഡ് വാണ്ടറിങ് ഇൻ ദി സ്കൈ, സ്കൈയിൽ ഒരു ലോകം, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ലോകം, സ്കൈയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ലോകം. എമിഡ്സ് ദ സ്റ്റാർ, സ്റ്റാറിനിടയിലൂടെ, ത്രൂ ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ അനന്തമായിട്ട് നടക്കുന്ന പോലെയാണ് ഇപ്പോൾ അവരുള്ളത്. വി നോ ലോങ്ങർ സ്പീക്ക്, ഞങ്ങളിപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല. തിങ്ക്, ചിന്തിക്കുന്നില്ല. നോർ ലീവ്, ഞങ്ങൾ ജീവിക്കുന്നുമില്ല. വി ഫ്ലോട്ട് അലോങ് ത്രൂ ദ സ്പേസ് ഇൻ ഡെലീഷ്യസ് ഇനേർഷ്യ, ഞങ്ങളിങ്ങനെ സ്പേസിലൂടെ അല്ലെങ്കിൽ ആ ഒരു സ്കൈയിലൂടെ അവരിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ ഡെലീഷ്യസ് ഇനേർഷ്യ എന്ന് വെച്ചാൽ മന്ദതയിലൂടെ അവരിങ്ങനെ മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്കൈയിലൂടെ. വി ഹാവ് ബിക്കം സംതിങ് ഇൻഡിസ്ക്രൈബിൾ, അവർ ഒന്നും ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലാണ് അവരിപ്പോൾ ഉള്ളത്. എന്തിനെ വെച്ചിട്ടും അവർക്ക് പറയാൻ പറ്റുന്നില്ല. ബേർഡ്സ് ഹു ഡു നോട്ട് ഈവൻ ഹാവ് ടു ഫ്ലാപ്പ് ദെയർ വിങ്സ്, എങ്ങനെയാണ് പറയുന്നത്, ഒരു ബേർഡിനെ പോലെ. ഹു ഡു നോട്ട് ഈവൻ ഹാവ് ടു ഫ്ലാപ്പ് ദെയർ വിങ്സ്, ചിറക്
അടിക്കാതെ ഇങ്ങനെ പറക്കുന്നൊരു ബേർഡ്, അതായത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ പരുന്തുകൾ ചിറകടിക്കാതെ പറക്കുമല്ലോ, ആ ഒരു രീതിയിലാണ് ഫീൽ ചെയ്യുന്നത്. ചിറകടിക്കാതെ ഇങ്ങനെ ആകാശത്തിലൂടെ ഇങ്ങനെ പറന്ന് പോകുന്നൊരു ഫീലാണ് ഉള്ളത് ഇപ്പോൾ. ഓക്കെ, അത്രയും മുകളിലാണ്, ഒരു ശബ്ദവും കേൾക്കുന്നില്ല, എർത്തിനെ കാണുന്നില്ല, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോറിയുടെ പാർട്ട് 1 ഇവിടെ എൻഡ് ചെയ്യാണ്. പാർട്ട് 2 നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. പാർട്ട് 2 ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ നിങ്ങളതും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.